ഇന്ന് നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടൊരു മിൽക്ക് ഷേക്ക് ആയാലോ. ആർക്കൊക്കെ ഇവിടെ സ്ട്രോബെറി വെറുതെ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇതേമാതിരി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് ഈ സ്ട്രോബെറീസ് എല്ലാം അതിലിട്ട് നല്ല വൃത്തിയാക്കി കഴുകണം. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടും കഴുകാം. കുറേ നേരം കഴുകി വൃത്തിയാക്കണേ, വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണേ. അങ്ങനെ ആകുമ്പോഴാണ് അതിലത്തെ ഓരോ ഫംഗസും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. പണ്ടേ ചെറുപ്പത്തിൽ ഈ സാധനം ഭയങ്കര കൗതുകമായിരുന്നു, കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടാണ്ടിരുന്നില്ല. പക്ഷെ കിട്ടിത്തുടങ്ങിയപ്പോൾ അത് വെറുതെ കഴിക്കാൻ ഒരു ഇഷ്ടമില്ലാന്ന്. എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മേലത്തെ പൂമാരിയുള്ള പച്ച ഇതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം അത് നല്ല വൃത്തിക്ക് അരിഞ്ഞെടുക്കുക. എല്ലാതും ഇതേമാതിരി അരിഞ്ഞെടുക്കുക കേട്ടോ. എനിക്ക് പേഴ്സണലി സ്ട്രോബെറി ഐസ്ക്രീം, സ്ട്രോബെറി ജ്യൂസ്, മിൽക്ക് ഷേക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ സ്ട്രോബെറീസ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കഴിക്കാൻ അത്രയ്ക്ക് രസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു കല്ല് മാതിരിയാവും. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദം നോക്കി നോക്ക്, ഞാൻ കേൾപ്പിച്ച് തരാവേ. കേട്ടില്ലേ അതിൻ്റെ ശബ്ദം? ഇങ്ങനെ കല്ല് പോലെ ആവട്ടോ. എന്നിട്ട് നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് സ്ട്രോബെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കട്ടപ്പാൽ കിട്ടുമെങ്കിൽ കട്ടപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എനിക്ക് കട്ടപ്പാലില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നോർമൽ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്യാം. വാനില ഐസ്ക്രീം ആട്ടോ ഒന്നുകൂടിയും ടേസ്റ്റ് കിട്ടുക. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ, എനിക്കത്ര മതി. നിങ്ങൾക്ക് മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ജാറൊന്ന് മൂടി വെച്ച് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. നോക്ക് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല പോലെ അതൊക്കെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്, പതയൊക്കെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക. കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്നില്ല, എനിക്ക് ഓവർ തണുപ്പിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. എന്നിട്ടൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അതായത് വാനില ഐസ്ക്രീം തന്നെയാണ് ഒന്നുകൂടിയും ടേസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഐസ്ക്രീം യൂസ് ചെയ്യുക. എന്നിട്ടൊരു സ്ട്രോക്ക് ഇട്ടിട്ട് ഒരു ഭംഗിക്ക് ഒരു ആർഭാടം അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അതെടുത്ത് കുടിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല രുചി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ബായ്.